ന്യൂസ് 16 കേരള. ഒമാനിൽ കനത്ത മഴ തുടരുന്നു. ഉൾപ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴ രാജ്യത്തെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും തുടരുന്നു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ബുറൈമി, ധോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ അതിരാവിലെ തന്നെ മഴ ലഭിച്ചിരുന്നു. മറ്റു ഗവർണറേറ്റുകൾ ഉച്ചയോടെയാണ് കരുത്താർജിച്ചത്. കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അൽവസുല ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയാണ് പഠനം നടത്തിയിരുന്നത്. മുവാസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകളിൽ റദ്ദാക്കി. റൂട്ട് 36 മസ്കത്ത് ജാലാൻബാനി ബു അലി, റൂട്ട് 55 മസ്കത്ത് സൂർ, റൂട്ട് 203 മസ്കത്ത് ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് സർവീസ് ആണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇത് പുനരാരംഭിക്കുന്നത് കമ്പനിയുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെ അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സലാലയുടെ നഗരപ്രദേശങ്ങളിൽ മഴ രാവിലെയാണ് ആരംഭിച്ചത്. സദാ, ഔഗത്ത് തുടങ്ങിയ നഗരങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട മഴയാണ് പെയ്തത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് രാവിലെ 10 മുതൽ രാത്രി 10 വരെ 30-80 മില്ലിമീറ്റർ മഴ ലഭിച്ചേക്കാം. താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വാതികൾ മുറിച്ചു കടക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ക്രൈസിസ് മാനേജ്മെന്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസി സംഘടനകളുടെ വിവിധ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. മലർവാടി ബാലോത്സവം മെയ് 10 സദാ പാർക്കിലേക്ക് മാറ്റിയതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.